കശ്യപമുനിയുടെ ഭാര്യമാരാണ് ധിതിയും അദിതിയും. ധിതിയിൽ നിന്ന് അസുരന്മാരും അദിതിയിൽ നിന്ന് ദേവന്മാരും ജനിച്ചു. വിഷ്ണു ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിരുന്നു ജയവിജയന്മാർ. ഒരിക്കൽ വിഷ്ണു ഭഗവാനെ ദർശിക്കാൻ വന്ന സനകാദി മുനിമാരെ ജയവിജയന്മാർ തടഞ്ഞു. കോപാകുലരായ മുനിമാർ ജയവിജയന്മാരെ ശപിച്ചു. ഇരുവരും രാക്ഷസന്മാരായി ഭൂമിയിൽ 3 ജന്മം ജനിക്കട്ടെ എന്ന് ശപിച്ചു. ഈ 3 ജന്മത്തിലും മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് മരിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഇരുവരും കശ്യപ മുനിയുടെയും ധിതിയുടെയും മക്കളായി ജനിച്ചു. ധിതി സന്ധ്യാവന്ദന സമയം ഗർഭം ധരിച്ചതിനാൽ ഇരുവരും അസുരന്മാരായി ഉദരത്തിൽ പിറന്നു. അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജന്മമെടുത്തു. ഇരുവരും ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് വരം നേടുകയും 3 ലോകവും അടക്കി വാഴുകയും ചെയ്തു. അഹങ്കാരത്തിൽ മതിമറന്ന ഹിരണ്യാക്ഷൻ ഒരു ദിവസം സമുദ്രത്തിലിറങ്ങി സമുദ്രജലത്തെ തല്ലി തകർത്തു. വരുണദേവൻ പേടിച്ചോടി. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ എടുത്ത് തൻ്റെ വാസസ്ഥാനമായ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. പേടിച്ചോടിയ വരുണദേവൻ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ സ്മരിച്ചു. ഈ സമയം ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ ഒരു ചെറിയ പന്നി പുറത്തു ചാടി. ബ്രഹ്മാവും ഋഷിമാരും ഇത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി വരാഹത്തെ വന്ദിച്ചു. പൊടുന്നനെ വളർന്നു വലുതായ വരാഹം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി പാതാളത്തിലാണ്ട് കിടന്ന ഭൂമിദേവിയെ തൻ്റെ കൊമ്പുകൊണ്ട് ഉയർത്തി പാതാളത്തിൽ നിന്നും കൊണ്ടുവന്നു. ഇതിൽ കോപാകുലനായ ഹിരണ്യാക്ഷൻ താൻ കടത്തിക്കൊണ്ടുപോയ ഭൂമിദേവിയെ രക്ഷിച്ചതാരാണെന്നറിയാൻ പുറപ്പെട്ടു. തൻ്റെ ശത്രുവായ വരാഹത്തെ കണ്ട് ഹിരണ്യാക്ഷൻ പുച്ഛത്തോടെ വരാഹത്തിന് നേരെ ഗദയുമായി പാഞ്ഞെത്തി. എന്നാൽ ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയുമായുള്ള യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ തളർന്നു വീഴുകയും വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ തേറ്റ കൊണ്ട് കൊലപ്പെടുത്തുകയുമുണ്ടായി. തുടർന്ന് ഭൂമിദേവിയെ വരാഹമൂർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിനുശേഷം വൈകുണ്ഠത്തിലെത്തി വിഷ്ണു ഭഗവാനിൽ വിലയം പ്രാപിച്ചു.